Hello friends, welcome to the 𝙑𝙤𝙙𝙬𝙬 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ OneCard ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ OneCard ക്രെഡിറ്റ് കാർഡിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ സെപ്റ്റംബർ ഓഗസ്റ്റ് തൊട്ട് നമുക്ക് എല്ലാം റിവൈസ് ആയിട്ടുണ്ട് നമ്മുടെ ചാർജ്. അപ്പോൾ നമ്മൾ മുമ്പ് ഫ്ലിപ്കാർട്ട് പേ ലെറ്ററിൻ്റെ ചാർജസ് റിവൈസ് ആയതിനെ കുറിച്ച് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാത്തിനും റിവൈസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജസിൻ്റെ പുതിയ റേറ്റാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയെല്ലാ ഫൈൻസും ഫീസും ചാർജസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ OneCard ഉപയോഗിക്കുന്നവരും OneCard എടുക്കാൻ പ്ലാനുള്ളവരും വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ആക്ച്വലി സെപ്റ്റംബർ 1 തൊട്ടാണ് റിവൈസ് ആവുന്നത്, ഓഗസ്റ്റ് അല്ല. ഓഗസ്റ്റ് ഓൾറെഡി സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിവൈസ് ചാർജസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ചാർജസ് ആണ് എന്താ വെച്ചാൽ വാരി വന്നേക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് അൺപെയ്ഡ് ഡ്യൂസിന് നമുക്ക് ഇതിൽ ആക്ച്വലി OneCard ഒരു പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്ന് പറയുന്നത് 48 days ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡിൻ്റെ അൺപെയ്ഡ് ഡ്യൂസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3% കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് എന്ന് പറയുന്നത് 2.5% ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ മിനിമം 1000 മാക്സിമം. അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽ ചാർജ്, അതായത് നമ്മുടെ ATM, പക്ഷേ ATM നമ്മുടെ OneCardൽ ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ ആക്റ്റീവ് ആവും, കുറച്ച് കാലമായി അവർ ആക്റ്റീവ് എന്ന് പറയുന്നത്, പക്ഷേ ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. അതിനും 2.5% തന്നെയാണ്. ഓവർ ലിമിറ്റ് ചാർജ് വരുന്നത് 2.5% തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാർഡ് റീപ്ലേസ്മെൻറ്റ് ചാർജും EMI ചാർജസും നമുക്കൊന്നുകൂടി നോക്കാം. റീപ്ലേസ്മെൻറ്റ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റൽ ഏർലി ക്ലോഷർ ചാർജ് ആണെങ്കിൽ 3000 പിടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 6 മാസം മുമ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 3000 പിടിക്കും. മെറ്റൽ കാർഡിന് റീപ്ലേസ്മെൻറ്റ് ആയാലും 3000 തന്നെയാണ്. അത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ 3000 തന്നെയാണ്. പ്ലാസ്റ്റിക് കാർഡാണെങ്കിൽ നമുക്ക് 145 വരുന്നുള്ളൂ റീപ്ലേസ്മെൻറ്റ് ചാർജ് ഇട്ടാണ്. പിന്നെ നമുക്ക് EMI ചാർജാണ്. EMI ചാർജ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് നമുക്ക് 1.33% പെർ മന്താണ് വരുന്നത്, അതായത് 16% പെർ ആനം. ഫോർക്ലോഷർ ഫീ എന്ന് പറയുന്നത് 2.5 ആണ്. അതായത് നമ്മളിപ്പോൾ EMI എടുത്തിട്ട് അത് ഫുൾ ക്ലോസ് ചെയ്യാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജിൻ്റെ ഫോർക്ലോഷർ ചാർജ്, അതായത് ഫുള്ളി ക്ലോസ് ചെയ്യുന്ന ചാർജ് 2.5% കേട്ടോ. പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് 1%. അത് കുറവാണ്. 1% എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തതാണ്. ബാക്കി അതിനും അത്യാവശ്യം 3%, 2% ഒക്കെ ഉണ്ട്. അത് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ ഞാൻ നേരത്തെ നോക്കിയാൽ പ്രോസസ്സിംഗ് ചാർജൊക്കെ അത്യാവശ്യം കുറവ് തന്നെയാണ് OneCardൽ. ബാക്കിയല്ല, പക്ഷേ ഫ്രീ ഒന്നല്ല, എല്ലാത്തിലും ഉണ്ട് സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ചാർജസ്, OneCardൻ്റെ ചാർജസ്. ഇൻട്രസ്റ്റ് ചാർജസും റീപ്ലേസ്മെൻറ്റ് ചാർജസും EMI ചാർജസും എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ കാണാം.